പാഠം 747. ഒരു മനസാക്ഷിയുള്ള കഥ. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വഴക്കിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു. അടുത്ത സുഹൃത്തിന് കടമായി നൽകിയ പണം പറഞ്ഞ സമയത്ത് തിരിച്ചു കിട്ടാത്തത് കൊണ്ടാണ് വഴക്കുണ്ടായത്. വഴക്ക് നിയന്ത്രണം വിട്ട് ഒരാൾ മറ്റൊരാളെ കുത്തുകയായിരുന്നു. കഷ്ടം. പണത്തിന്റെ പേരിൽ ഒരു സുഹൃത്ത് വേറെ സുഹൃത്തിനെ കുത്തി കൊല്ലുന്നു. ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ്? നീ ഇത് കണ്ടോ മാമൻ? സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ ഒരാൾ സുഹൃത്തിനെ കുത്തിക്കൊന്നു എന്ന്. ഇതാണ് ഞാൻ പറയുന്നത്. സൗഹൃദം നിലനിന്ന് പോകണമെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ പാടില്ല എന്ന്. നീ എന്തൊന്നും മിണ്ടാത്ത പോയാ? എന്തൊന്നും മിണ്ടാതെ പോയത്? ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ നീ എഴുതിട്ട് പോകുന്നെന്താ? ആ മര്യാദ നീ എവിടെന്നാ പഠിച്ചത്? മോഹനേട്ടനോടെയല്ല ഞാൻ ജീവിക്കുന്നത്. ഇത്രയൊക്കെ മര്യാദ മതി. മനസ്സിലായില്ല? ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളോട് ഒരു മര്യാദയും കാണിക്കാത്ത മോഹനേട്ടനോട് ഞാൻ മര്യാദ കാണിക്കണമെന്ന് പറയുന്നത് ഏത് കണക്കിനാ മോഹനേട്ടാ? മോഹനേട്ടാ, ഒരാൾ നമ്മളോട് മര്യാദ കാണിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ പകുതി മര്യാദകൾ നമ്മൾ തിരിച്ചു കാണിക്കണം. ഞാൻ സകലരോടും മാന്യമായും മര്യാദയ്ക്കുമാണ് ഇടപെടാറുള്ളത്. എനിക്ക് മര്യാദ ഇല്ല എന്ന് പറയുന്ന ലോകത്തിലെ ഒരേ ഒരാൾ നീ മാത്രമാണ്. വില്ലേജ് ഓഫീസിൽ ഓരോരോ കാര്യത്തിന് വരുന്നവരെ മാത്രമേ മോഹനേട്ടൻ സാധാരണ കാണാറുള്ളൂ. അവരോടെല്ലാം മോഹനേട്ടൻ എങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിലും അവരതെല്ലാം സഹിക്കും. കാരണം അവർക്ക് അവരുടെ ആവശ്യം നടക്കണമല്ലോ. ആവശ്യം നടന്നു കിട്ടാനായിട്ട് അവര് പറയും മോഹനകൃഷ്ണൻ സാർ മാന്യനാണ്, മോഹനകൃഷ്ണൻ സാറേ സാർ സത്യസന്ധനാണ്, മോഹനകൃഷ്ണൻ സാറ് ദൈവമാണ് എന്ന് പോലും. ഈ പുകഴ്ത്തൽ കേട്ട് കേട്ട് അതല്ല സത്യമാണെന്നാണ് മോഹനേട്ടൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആഫീസ് കാര്യമായിട്ടല്ലാതെ മോഹനേട്ടനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെങ്കിലും മോഹനേട്ടനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടോ? എന്നെ പറ്റി എല്ലാവരും നല്ലത് തന്നെയാണ് പറയുന്നത്. 4-5 കൊല്ലമായി കൂടെ താമസിക്കുന്ന എന്നെ കൊണ്ട് നല്ലത് പറയിക്കാൻ പറ്റാതെ വേറെ ആരെ കൊണ്ടെങ്കിലും നല്ലത് പറയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മോനേട്ടാ? നീ ഒരിക്കലും നല്ലത് പറയില്ലല്ലോ. ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയുന്നത് കുറച്ചിലാണെന്ന് കരുതുന്ന ഒരു അഹങ്കാരിയാണ് നീ. ശരി, എന്നെ വിട്ടേക്ക. നമുക്ക് എത്രയോ കൊല്ലമായിട്ട് പരിചയമുള്ള ആളാണ് ആ കുമാരൻ ചേട്ടൻ. ആ കുമാരൻ ചേട്ടൻ ഒരാവശ്യമായിട്ട് ഇവിടെ വന്നപ്പോ മോഹനേട്ടൻ എന്താ ഇന്നലെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? കുമാരൻ ചേട്ടനും മോഹനേട്ടനെ പറ്റി നല്ലതേ പറയും തോന്നുന്നുണ്ടോ? നല്ലത് പറയില്ല എന്ന് മാത്രമല്ല, മോഹനേട്ടൻ ആർത്തേക്ക് ഉപ്പ് തേക്കാത്തവനാണെന്ന് പറയും. കുമാരൻ ചേട്ടനാണ് കാര്യം. മോഹനേട്ട, ഒരാളെ കാണാൻ വന്നിരിക്കുന്നു. അതാരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെ മോഹനേട്ടൻ ഞെട്ടും. നമ്മുടെ കുമാരേട്ടനെ മോഹനേട്ടൻ ഓർമ്മയില്ലേ? ഏത് കുമാരേട്ടൻ? നമ്മുടെ പഴയ വീടിനടുത്ത് കട നടത്തുന്ന കുമാരേട്ടൻ. കുമാരേട്ടനോ? എന്താ വിശേഷം? എന്താ കാര്യം അറിയില്ല. കേറിയിരിക്കാൻ പറഞ്ഞപ്പോ പോയിട്ട് ധൃതിയുണ്ട്, മോഹനേട്ടൻ ഒന്ന് കാണാൻ വന്നെന്ന് പറഞ്ഞു. നമസ്കാരം സാർ. നമസ്കാരം. എന്താ അവരുടെ വിശേഷം? കണ്ടു ഒരുപാട് നാളായല്ലോ. തിരക്കുകളായിരുന്നു സാർ. കടയിലെ കച്ചവടം കൊണ്ട് മാത്രം വീട്ടു ചെലവ് നടന്നു പോവില്ല. അതുകൊണ്ട് വേറെ ചില ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ സുഖമല്ലേ കുമാരൻ ചേട്ടാ? അതെ, ഞാൻ ഇളയ മോളുടെ ഒരു പ്രശ്നമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഗായത്രി, അവളെ ഓർമ്മയുണ്ടല്ലോ? പിന്നെ അതെന്ത് ചോദ്യ? അവൾക്ക് ടൗണിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. വലിയ ഫീസൊക്കെ അവിടെ. പക്ഷെ പഠിക്കണം എന്നോട് വാശി പിടിച്ചപ്പോ ഞാനായിട്ട് എതിര് പറയണ്ടെന്ന് വെച്ചു. കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിയതും ഒക്കെ ചേർത്ത് ഫീസ് അടച്ചു. എന്നാലും ഒരു 50,000 രൂപയുടെ കുറവുണ്ട്. കോളേജിലെ മാനേജര് ഒരു ബാഹുലേ സാറാ. പുള്ളിക്കാരൻ പറഞ്ഞു ഒരു 6 മാസത്തെ അവധി തരാം, അതിനുള്ളിൽ ബാക്കി പൈസ അടച്ചാൽ മതിയെന്ന്. പറഞ്ഞത് വെച്ച് പൈസ ഈ ആഴ്ച അടയ്ക്കണം. ഞാൻ ശ്രമിച്ചിട്ട് 25,000 രൂപയെ കിട്ടിയുള്ളൂ. ഒരു 25,000 രൂപയുടെ കുറവുണ്ട്. നിങ്ങളൊന്ന് സഹായിച്ച 3 മാസത്തിനുള്ളിൽ ഞാൻ ആ പൈസ തിരിച്ചു തരാം.
നാട്ടിലിനി ചോദിക്കാൻ ആരുമില്ല, അതുകൊണ്ടാ. 25,000 രൂപ എന്നൊക്കെ പറയുമ്പോ എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നുമില്ല. സാറൊന്ന് ശ്രമിച്ചാ. ഇല്ലാത്ത പൈസ ശ്രമിച്ചാലൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത്രയും വലിയ ഫീസ് കൊടുത്ത് ഗായത്രിയെ കോളേജ് വിടുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ അത് മണ്ടത്തരമായിരുന്നു. അപ്പൊ കുമാരേട്ടൻ എല്ലാം ആദ്യം അങ്ങ് തീരുമാനിച്ചു, ചെയ്യാനുള്ള ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പൈസ ഉണ്ടെന്ന് പറഞ്ഞാ ഇവിടെ ഇപ്പൊ അങ്ങനെ പൈസയൊന്നുമില്ല. ശരി, കുമാരനേട്ടൻ വിഷമിക്കണ്ട. മോഹനേട്ടൻ ഒരു പ്രത്യേക ടൈപ്പാന്ന് അറിയാലോ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ കുമാരനേട്ടനെ വിളിച്ചോളാം. എങ്ങനെയെങ്കിലും സഹായിക്കണം വക്കീലെ, വേറെ ഒരു വഴിയും കാണാത്തോണ്ടാ. ഞാനൊന്ന് നോക്കട്ടെ. മോഹനേട്ടൻ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്തൊക്കെയാ മോഹനേട്ടനാ പറഞ്ഞിട്ട് പോകുന്നത്? ഞാനെന്താ പറഞ്ഞത്? കുമാരേട്ടനെ പോലെ ഒരാളെ ന്യായമായ ഒരു ആവശ്യം പറയുമ്പോ ഇങ്ങനെയാണോ മോഹനേട്ടൻ അതിന് മറുപടി പറയേണ്ടത്? നമ്മൾ പണ്ട് ഇവിടെ വന്ന് താമസം തുടങ്ങിയപ്പോൾ എല്ലാ സഹായത്തിനും ഉണ്ടായിരുന്നത് ഈ കുമാരനേട്ടൻ കുടുംബമാണ്. അതുവല്ല മോഹനേട്ടൻ ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ആ കുമാരനേട്ടൻ ഒരു അത്യാവശ്യം വന്നപ്പോ ഇങ്ങോട്ട് ഓടി വന്നു. മോഹനേട്ടന്റെ കയ്യിൽ ഇഷ്ടംപടി കാശുണ്ടെന്ന് കുമാരനേട്ടൻ എന്ന് പറയും, ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. എന്നിട്ടാണ് മോഹനേട്ടൻ കുമാരനേട്ടന്റെ മുഖത്ത് നോക്കി ഇവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞത്. ഇവിടെ പൈസ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ സത്യമാണല്ലോ. ഇവിടെ പൈസ ഇല്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം. അതല്ലല്ലോ കാര്യം, ബാങ്കിൽ ഇഷ്ടംപടി കാശ് കൊടുപ്പില്ലേ? ആമേ, പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാങ്കിൽ സ്ഥിര നിക്ഷേപിട്ട കാശ് തോന്നുമ്പോ പോയി എടുക്കാൻ പറ്റില്ല. കുമാരൻചേട്ടൻ വന്നത് കള്ള് കുടിക്കാൻ കാശ് ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. കുമാരൻചേട്ടന്റെ മോളുടെ കോളേജിലെ ഫീസിന്റെ കാര്യം പറയാനല്ലേ. അത് ന്യായമായ ഒരു ആവശ്യമല്ലേ മോഹനേട്ടാ? ഫീസ് സമയത്ത് കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരില് ഗായത്രി കോളേജിൽ നിന്ന് ഇറക്കി വിട്ടാലോ? ഗായത്രിയെ അവിടെ കൊണ്ടുപോയി ചേർക്കാൻ നേരം കുമാരേട്ടൻ എന്നോടൊരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോ പറയുന്നത് ഇതൊന്നും ന്യായമല്ലെന്ന് മോഹനേട്ടൻ തന്നെ അറിയാവേ. നമ്മുടെ പൈസ ഉണ്ടായിട്ടും കുമാരചേട്ടനെ പോലെ സഹായിക്കാൻ പറ്റിയില്ല, അത് കഷ്ടമല്ലേ മോഹനേട്ടാ? ഈ പൈസ എല്ലാവരും കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് മോഹനേട്ടൻ എന്തെങ്കിലും ഗുണം കിട്ടാൻ പോകുന്നുണ്ടോ? വാർത്ത ഉപ്പതേക്കാത്തവനാണ് നാട്ടുകാർ മുഴുവൻ പറയണത്. പക്ഷേ സത്യത്തിൽ അത്രയും പറഞ്ഞാൽ പോരാ. മോഹനേട്ടൻ ഒരു ദുഷ്ടനാണ്, പരമ ദുഷ്ടൻ. ന്യായമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞതിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചത്. ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിനാണോ നീ ഇങ്ങനെ മുഖം വീർപ്പിക്കുന്നത്? ഇതത്ര നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല മോഹനേട്ടാ. കഷ്ടം. ഇങ്ങനെ ഒരാൾ ഓടി വന്ന് കുറച്ച് പൈസ വേണമെന്ന് ചോദിക്കുമ്പോ വാരി കോരി കൊടുക്കാൻ നമ്മളിവിടെ ബാങ്ക് നടത്തുന്നല്ലോ. കുമാരൻ ചേട്ടന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി, ഞാൻ കൊടുത്തില്ല. ഞാൻ വളരെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുമ്പോ എന്റെ കൂടെ നിൽക്കുന്നതിന് പകരം കുമാരൻ ചേട്ടന്റെ കൂടെ നിൽക്കുന്നതാണോ മര്യാദ? മോഹനേട്ടാ, മോഹനേട്ടൻ വെറുതെ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. എന്താണ് ശരി എന്താണ് തെറ്റെന്നൊക്കെ തിരിച്ചറിയാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. പിന്നെ ഇത്രയും കാലം മോഹനേട്ടൻ പറഞ്ഞല്ല ഞാൻ കണ്ണു അടച്ചനുസരിച്ചു. ഇനി മോഹനേട്ടൻ ഇനി അത് പ്രതീക്ഷിക്കണ്ട. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് മോഹനേട്ടൻ കണ്ടറിഞ്ഞാ മതി. എന്താ നിന്റെ ഉദ്ദേശം? എന്നെ തോൽപ്പിക്കാനാണോ? അയ്യോ, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. പക്ഷേ ഞാനതെങ്ങനെ ചെയ്യുമ്പോ മോഹനേട്ടൻ തോറ്റിട്ടുണ്ടെങ്കിൽ അതെന്റെ കുറ്റമല്ല. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ. എന്താ? മോഹനേട്ടന് ഒരു ധാരണയുണ്ട്, ഈ ലോകത്ത് മോഹനേട്ടന് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന്. അങ്ങനെയല്ല. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ അത് പരിഹരിക്കാനുള്ള സാമർത്ഥ്യം ഇല്ലെങ്കിൽ ഞാൻ LLB പരീക്ഷ ജയിക്കില്ലായിരുന്നല്ലോ. ചെല്ല്, പോയി ഫോൺ എടുക്ക. ഹലോ. ആ സാറേ, ഞാനാണ് ഉത്തമായി. എന്താ ഉത്തമ? വക്കീലോടെ ഇല്ലേ സാറേ? ഉണ്ടല്ലോ. ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. വക്കീലൊന്ന് വിളിക്കോ? എന്താ ഇത്ര അത്യാവശ്യം? അല്ല, അത് പിന്നെ ഒരു കേസിന്റെ കാര്യം പറയാനാണ്. വക്കീൽ ഇടപെട്ടാലേ അത് നടക്കൂ. അവളുടെ ഇടപെടുന്നോണ്ട് മാത്രം രക്ഷപ്പെടുന്നൊരു കേസോ? ഞാനത് വിശ്വസിക്കില്ല. ഹലോ. ആ വക്കീലെ, ഞാനാണേ. എന്താ ഉത്തമ?
ആ പിന്നെ പൈസ എന്റെ കയ്യിലുണ്ട്. ഞാനത് കുമാരൻ ചേട്ടന്റെ കയ്യിൽ കൊടുത്താ മതിയാ? അത് വേണ്ട, ഉത്തമ നേരെ ഇങ്ങോട്ട് വന്നാ മതി. കുമാരൻ ചേട്ടന് പൈസ കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ആ വക്കീലെ, പൈസ ശരിയാക്കിയത് ഞാനാണെന്ന് സാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഈ ജമ്മത്ത് സാർ എനിക്കൊരു സഹായം ചെയ്തു തരൂല. ഉത്തമം പുറകുവശത്തെ ഗേറ്റിന് അവിടെ വന്നാ മതി. ഞാനത് അങ്ങോട്ട് വന്ന് വാങ്ങിക്കോളാം. എത്ര സമയം എടുക്കും ഉത്തമം വരാൻ? ഒരു 5 മിനിറ്റ്. ശരി, നേരെ ഇങ്ങ് പോരെ. വില്ലേജ് ഓഫീസറുടെ അഹങ്കാരം ഇന്ന് ഞാൻ തീർത്തു തരാം. ഒൻപതേകാലായുള്ളൂ. എന്താണ് ഇത്ര നേരത്തെ റെഡിയാവുന്നത്? കുറച്ച് നേരത്തെ ഷർട്ടുമുണ്ടും മാറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ വിചാരിച്ചു വേഷം മാറി സ്ഥലം വിട്ട് കളയാനുള്ള പരിപാടിയാണെന്ന്. 9:30 കഴിഞ്ഞല്ലേ പോവൂ? ഞാൻ സാധാരണ പുറപ്പെടുന്നത് 9:38. ഇന്നും ആ നേരത്തെ തന്നെയാവും പുറപ്പെടുന്നത്. അത് നന്നായി. നിന്റെ മനസ്സിൽ എന്തുണ്ടല്ലോ? എന്താ അത്? എന്റെ മനസ്സിൽ പല കാര്യങ്ങളുണ്ടാവും. അതെല്ലാം മോഹനേട്ടന് പറയാൻ പറ്റില്ലല്ലോ. ഭർത്താവിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഭാര്യയുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതിനല്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഭർത്താവായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ചങ്കടുത്ത് കാണിക്കുമ്പോ ചെമ്പരത്തി പൂന്ന് പറയുന്നവരോട് എന്തേലും പറഞ്ഞിട്ട് എന്തേലും കാര്യമുണ്ടോ? ഒരാവശ്യവും ഇല്ലാത്ത നേരത്ത് ചങ്കടുത്ത് കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെറുതെ ആർക്കും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കേ. എന്നിട്ട് എന്റെ ഉച്ചഊണെടുത്ത് ചോറ്റുപാത്രത്തിൽ വെച്ചാൽ നിന്റെ ജോലി കഴിഞ്ഞല്ലോ. അത് നടക്കട്ടെ, നടക്കട്ടെ, നടക്കട്ടെ. സാർ ഇവിടെ ഇല്ലേ വക്കീലെ? ഉണ്ട്, ഓഫീസ് പോകാൻ റെഡിയാവണ്. പൈസ ഇവിടെ 25,000 രൂപയുണ്ട്. 2 ആഴ്ചത്തെ സമയം പറഞ്ഞ് വർഗീസേട്ടനായിരുന്നു വാങ്ങിച്ചതാണ്. അതിനുള്ളിൽ എപ്പോഴെങ്കിലും കൊടുത്താൽ മതി. 2 ആഴ്ചയൊന്നും വേണ്ട ഉത്തമ. നാളെ മറ്റന്നാളെ സുകുമാരൻ സാറിന്റെ കേസിന്റെ ഫീസ് കിട്ടും. ഒരാഴ്ചക്കുള്ളിൽ തോമസ് ഓട്ടിയും കാശ് തരും. പിന്നെ വിദ്യാലക്ഷ്മി എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കാശ് തിരിച്ചു തരാൻ പറ്റും. ഓ ശരി, ആയിക്കോട്ടെ. പിന്നെ തല പോയാലും ഈ പൈസ തന്നത് ഞാനാണെന്ന് സാറിനോട് പറയരുത്. പ്രകാശന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷയും രാജപ്പന്റെ പോക്കുവരവും എല്ലാം സാറിന്റെ കയ്യിലാണ്. ഇതുപോലെ അവസ്ഥയിൽ ഞാൻ വക്കീലിനെ സഹായിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാർ എന്നെ വില്ലേജ് ഓഫീസിന്റെ പടി ചവിട്ടാൻ സമ്മതിക്കൂല. ഞാൻ പറയില്ല ഉത്തമ. ഇതുപോലൊരു ആവശ്യം വന്നപ്പോ എന്നെ സഹായിച്ചത് ഉത്തമനല്ലേ? അങ്ങനെയുള്ള ഉത്തമനെ ഞാൻ കുഴപ്പത്തിൽ ചടിക്കൂ? എന്നാൽ ഇതെന്തൊരു പിശുക്കാവുന്ന ആലോചിച്ച് നോക്കൂ ഉത്തമ. ഇങ്ങനെ ഒരാൾക്ക് 1 രൂപ പോലും കൊടുക്കാതെ ഇങ്ങനെ സമ്പാദിച്ചു എന്തിനാണ്? എന്തായാലും 9:30 ആകുമ്പോഴേക്കും കുമാരഞ്ഞേട്ടൻ വരും. അപ്പൊ ഞാൻ ഈ പൈസ കൊടുക്കും. ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വില്ലേജ് ഓഫീസർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുത്തത് തന്നെ. ഓ, അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യം. വക്കീല് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വർഗീസേട്ടന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചത് തന്നെ. പിന്നെ വക്കീലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മോനേഴ് സാർ വർഗീസേട്ടനെ വിളിക്കും. അപ്പൊ മോനേഴ് സാർ പറയും പൈസ കൊടുക്കണ്ട എന്ന്. അതോടെ വർഗീസേട്ടൻ കൈ മലത്തേം ചെയ്യും. അതെന്തായാലും നന്നായി ഉത്തമ. ഇന്ന് ഈ പൈസ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ മാനം പോയനെ. ഇന്നലെ മോഹനേട്ടനായിട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോ അപ്പോഴത്തെ വാശിക്ക് ഞാൻ കുമാരനേട്ടനെ വിളിച്ച് ഇന്ന് രാവിലെ വരാൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ കാശില്ലാന്നുള്ള കാര്യം ഓർത്തത്. എന്തായാലും ഉത്തമനെ സഹായിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാ പിന്നെ ഞാൻ വരണേ. പിന്നെ സാർ അറിയണ്ടേ? ഇല്ല. എത്രയും പൈസ നിനക്ക് ഫീസ് കിട്ടിയോ? ഇല്ല. പിന്നെ ഫീസ് കിട്ടാൻ അങ്ങനെ എത്രയും രൂപ? ഇത് ഞാൻ മോഷ്ടിച്ചതല്ല, പിടിച്ചു പറിച്ചതുമല്ല. ഇതെന്റെ കയ്യിലിരിക്കുന്നതിന്റെ പേരിൽ ഒരു പോലീസുകാരും ഇവിടെ എന്നെ അന്വേഷിച്ചു വരാനും പോകുന്നില്ല. പോരെ മോഹനേട്ടാ? മോഹനേട്ടൻ വിചാരിച്ചാൽ മാത്രമല്ല, ഞാൻ വിചാരിച്ചാലും അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാവുന്ന മനസ്സിലായല്ലോ. ഇത് 25,000 രൂപയുണ്ട്. ഇത് കുമാരൻ ചേട്ടന് കൊടുക്കാനായിട്ട് ഞാൻ സംഘടിപ്പിച്ചതാണ്. ഓഹോ, അപ്പോ എന്നെ പരസ്യമായി തോൽപ്പിക്കാനാണ് നിന്റെ പരിപാടി? അങ്ങനെ ഒരു പരിപാടി എനിക്കില്ലേ ഇല്ല. നമ്മൾ ഈ നാട്ടിൽ വന്ന കാലം മുതൽ എന്ത് സഹായമുണ്ടെങ്കിലും ചെയ്തു തരുന്ന കുമാരൻ ചേട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ആവശ്യം വന്നപ്പോ
ഒടുക്കത്തെ ആ പിശുക്കിന്റെ പേരിൽ അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് മോഹനേട്ടനാണ്. മോഹനേട്ടൻ എന്നും സ്വന്തം കാര്യം ചിന്താഭാവം തന്നെയായിരുന്നല്ലോ കാര്യം. എന്നാ ഞാൻ അങ്ങനെയല്ല. എനിക്ക് എന്തേലും ഉപകാരം ചെയ്യുന്നവർക്ക് തിരിച്ചെന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നൊരു സ്വഭാവം കൂടി ഉണ്ട് എനിക്ക്. ഈ പൈസ നീ എവിടുന്നോ കടം മേടിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് തിരിച്ചു കൊടുക്കാൻ നേരത്തെ എന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. 10 പൈസ ഞാൻ തരില്ല. വേണ്ട. ഇത്രയും കാലം ഞാനായിട്ട് സമ്പാദിക്കുന്ന പൈസ അതുപോലെ മോഹനേട്ടൻ ഏൽപ്പിക്കാന്നുള്ളതായിരുന്നല്ലോ എന്റെ രീതി. ഞാന് ആ പരിപാടി നിർത്തി. ഇനി അങ്ങോട്ട് എനിക്ക് കിട്ടുന്ന പൈസ എന്റെ കയ്യിൽ തന്നെ ഇരിക്കും. അങ്ങനെ വരുമ്പോ ഈ 25,000 രൂപയ്ക്കാണോ മോഹനയുടെ പ്രയാസം? അത് മാത്രമല്ല, 3 മാസത്തിനുള്ളിൽ ഈ പൈസ തിരിച്ചു തന്നോളാന്ന് ഇന്നലെ കുമാരൻ പറഞ്ഞിട്ടുള്ളതാണ്. 3 മാസം കഴിയുമ്പോ 25,000 തിരിച്ചു കിട്ടും. കണ്ടറിയാം, ഒരുപാട് ബാധ്യതയുള്ള ആളാ കുമാരേട്ടൻ. ആള് ശുദ്ധനാണെങ്കിലും തിരിച്ചു തരാൻ പണമില്ലായിരുന്നു എന്ത് ചെയ്യും? അന്ന് നീ എന്റെ അടുത്ത് പറയും, മോഹനേട്ടാ മോഹനേട്ടാ മോഹനേട്ടൻ പറഞ്ഞ അനുസരിച്ചാ മതിയായിരുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന്. അങ്ങനെ ഞാൻ വന്ന് പറയുന്നതിന് മുന്നേ ഞാനേ ആ പുറകുവശത്ത് കിണറല്ലേ അത് ചാടി അങ്ങ് ചാവും. മോഹനേട്ടാ, എല്ലാ ദിവസവും രാവിലെ മോഹനേട്ടൻ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ കണ്ണു അടച്ചെന്ന് പ്രാർത്ഥിക്കാറില്ലേ? ഒക്കെ മോഹനേട്ടന്റെ കാര്യങ്ങൾ മാത്രമാണ് മോഹനേട്ടൻ പ്രാർത്ഥിക്കാറുള്ളത്. അവനവന് വേണ്ടി അവനവൻ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും ഫലം നമുക്ക് വേണ്ടി വേറൊരാള് പ്രാർത്ഥിക്കുമ്പോ കിട്ടും. ചുരുക്കി പറഞ്ഞ ആർക്കും ഒരു ഉപകാരവും ചെയ്യാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആർക്കേലും എന്തെങ്കിലും ഒരു സഹായം മനസ്സറിഞ്ഞ് ചെയ്യുന്ന. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സഹായം ലഭിക്കുന്നവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഫലിക്കുകയും ചെയ്യും. മനസ്സിലായില്ലോ? ആ, കുമാരനേട്ടനായിരിക്കും. പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് മോഹനേട്ടൻ ഇന്നലെ തീർത്ത് പറഞ്ഞപ്പോഴേക്കും ഞാൻ കുമാരനേട്ടനെ വിളിച്ചിരുന്നു. ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാന്നും പറഞ്ഞു. ഈ പൈസ ഞാൻ കുമാരനേട്ടന് കൊടുക്കാൻ പോവാ. എന്തെങ്കിലും എതിർപ്പുണ്ടോ വില്ലേജ് ഓഫീസർക്ക്? എതിർപ്പുണ്ട്, പക്ഷെ എതിർത്താൽ നീ അനുസരിക്കില്ല. അതാണ്. അപ്പൊ മോഹനേട്ടന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. വളരെ നല്ലത്. നമസ്കാരം വക്കീൽ. നമസ്കാരം. ഞാൻ കുമാരനേട്ടനെ കാത്തിരിക്കായിരുന്നു. 9:30 തന്നെ വരണമെന്ന് ഞാൻ പറഞ്ഞത് ഒരു ഉദ്ദേശം വെച്ചിട്ടാ. 9:38 ആകുമ്പോഴേക്കും മോഹനേട്ടൻ ഓഫീസിലേക്ക് പോവേ. അതിന് മുന്നേ വന്നില്ലെങ്കിൽ സംഗതിയാവ് കുളവായനെ. മോഹനേട്ടൻ സാർ പോവാൻ ഇറങ്ങിയില്ലല്ലോ? ഇല്ല, ആള് പോവാൻ റെഡിയാവുന്നേ ഉള്ളൂ. പിന്നെ ഇന്നലെ കുമാരേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് കാര്യമാക്കല്ലേ. മോഹനേട്ടനൊരു രീതി എങ്ങനെയാ? പറച്ചില്ലല്ലോ കാര്യം, പ്രവൃത്തിയിലല്ലേ. ഓരോ ആളുകൾ എന്തെല്ലാം പറയുന്നു, നമ്മൾ അതൊക്കെ മറക്കില്ലേ. പക്ഷെ പ്രവൃത്തി എപ്പോഴും ഓർത്തിരിക്കും. കുമാരചേട്ടൻ ഇപ്പൊ പറഞ്ഞതാണ് വാസ്തവം. ഇതേ വാചകം തന്നെ ഞാനിപ്പോ മോഹനോടോട് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഇന്നലെ ഞാൻ കോളേജിൽ പോയിരുന്നു ബാബുലേ സാറിനെ കാണാൻ. കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോ സാറിനെ വിളിച്ചാലോ എന്ന് ആലോചിച്ചതാ. പിന്നെ തോന്നി അത് മോശമാണല്ലോ, ഇവിടെ വന്ന് സാറിനെ നേരിട്ട് കാണാമെന്ന്. ഇന്നലെ സമയം കിട്ടിയില്ല, അതാ സാർ വരാഞ്ഞേ. അത് സാരമില്ല, കാര്യം നടക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. കാര്യം നടന്നല്ലോ. നടന്നു. ഇന്നലെ കോളേജിൽ ചെന്നപ്പോ ഇതുവരെ കിട്ടാത്ത സ്വീകരണമായിരുന്നു. എന്നെ കണ്ട പാടെ ബാഗുലേ സാറ് വിളിച്ച് ഓഫീസിൽ ഇരുത്തി. വക്കീലിന് മനസ്സിലായില്ലേ? കോളേജിലെ മാനേജർ ബാബുലേ സാറും ഈ മോഹനേഷ് സാറും തമ്മി വലിയ അടുപ്പത്തിലാ. ഇന്നലെ തന്നെ മോഹനേഷ് സാറ് ബാബുലേ സാറിനെ വിളിച്ച് എന്റെ കാര്യം പറഞ്ഞു. ബാക്കി തുകയായ 25,000 രൂപ അവര് വേണ്ടെന്ന് വെച്ചു. മോഹനേഷ് സാറിന് പരിചയം ഉണ്ടായിട്ട് നേരത്തെ പറയാഞ്ഞ് എന്താന്ന് ചോദിച്ച് ബാബുലേ സാറ് ദേഷ്യപ്പെടുകയും ചെയ്തു. എന്തായാലും സാറ് ചെയ്ത വലിയൊരു ഉപകാരമാണ്. മോളെ കൂടി കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷെ രാവിലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങി. 8 മണിക്ക് അവൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതുകൊണ്ടാ കൊണ്ടുവരാഞ്ഞത്. അത് നന്നായി, അവള് പഠിക്കട്ടെ. അല്ലാതെ ഇവിടെ വന്ന് എന്നോട് നന്ദി പറഞ്ഞ് അവളുടെ സമയവും പഠിത്തവും കളയേണ്ട കാര്യമില്ലല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാറേ. നന്ദി ഇങ്ങനെ പറഞ്ഞാൽ മതിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സാറിന് വേണ്ടി ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കും. പോയിട്ട് വരാം സാർ. ശരി. കുമാരൻ ചേട്ടൻ ഇന്നലെ വന്നപ്പോ 25,000 രൂപ എടുത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ബാഹുലേ സാറിനോട് സംസാരിച്ച് ആ തുക കുറപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഞാനത് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് കുമാരൻ ചേട്ടൻ ലാഭം 25,000 രൂപ. എങ്കിൽ പിന്നെ അതെന്നോട് പറയാതില്ലേ? ഞാൻ പറയുമായിരുന്നു,
ബാഹുലേ സാറിനെ വിളിച്ച് സംസാരിച്ചിട്ട് നിന്നോട് പറയാന്ന് കരുതിയിരിക്കുമ്പോഴേക്കും നീ യുദ്ധം പ്രഖ്യാപിച്ചില്ലേ? ഈ പൈസ എന്ത് ചെയ്യും? അത് നിന്റെ പൈസയല്ലേ. നിന്റെ പൈസ എന്താ ചെയ്യേണ്ടത് നീയല്ലേ തീരുമാനിക്കേണ്ടത്. അത് ഞാൻ അപ്പോഴത്തെ എഴുത്തിന് പറഞ്ഞതട്ടെ, സോറി. മോഹനകൃഷ്ണൻ പിശുക്കനായിരിക്കാം, മുൻശുണ്ടിക്കാരനായിരിക്കാം, എടുത്തുചാട്ടക്കാരനുമായിരിക്കാം. പക്ഷേ കക്ഷി മനസാക്ഷിയില്ലാത്ത ആളല്ല. ഒരു കുട്ടിയുടെ പഠിപ്പിന്റെ കാര്യം വരുമ്പോൾ വില്ലേജ് ഓഫീസർ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറില്ല എന്ന് മനസ്സിലാക്കേണ്ടത് സത്യഭാമയായിരുന്നു എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം.